മഴയെത്തും മുൻപ് ഇവിടെ ഒരു തവണ കുഴി അടച്ചതാണ്. മഴയെത്തിയതോടെ റോഡ് തകർന്നു. മഴയില്ലാ ഇടവേളകളിൽ വീണ്ടും കുഴി നികത്തൽ. ഇപ്പോൾ പൂർണ്ണമായും തകർന്ന റോഡിൽ ബേബി മെറ്റലും ചെളിയും കലർത്തി കുഴി അടയ്ക്കാനുള്ള സൂത്രവിദ്യയാണ് പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നത്. ഹർത്താൽ ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെയാണ് കുഴിയടയ്ക്കാനുള്ള ഈ ശ്രമം. ഇപ്പം തന്നെ കുഴികളൊക്കെ ചെറുതായ കുഴികൾ വലുതായാണ്, അതിൽ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്, പിന്നെ അത് തിരിച്ചു പോകുന്നു. എന്നാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിൽ മാത്രമാണ് ഇപ്പോൾ കുഴിയടയ്ക്കൽ നടക്കുന്നത്. ബാക്കിയുള്ള 3.5 കിലോമീറ്ററോളം റോഡോ തോടോ എന്നറിയാത്ത വഴിയിലൂടെയാണ് വാഹനയാത്ര. ടാക്സ് അടയ്ക്കണം ഗവൺമെന്റിന് ചെയ്യുന്ന സർവീസ് ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയെങ്കിലും സർവീസ് ഇല്ലെങ്കിൽ ടാക്സ് കൂടി കുറച്ച് തരാനുള്ള നിയമ നടപടികൾ ഉണ്ടായാൽ മതി. അത് ഇതെന്ത് പറയുക, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇത്ര വലിയ കുഴിയൊക്കെയാണ്, ഇതിൽ കൂടെയൊക്കെയാണ് ഇത്ര ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഈ വഴിയൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സെപ്റ്റംബർ 7 നടക്കുന്ന തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് മുൻപ് വഴി നന്നാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി നാട്ടുകാരനായ മന്ത്രി കെ ബാബു 66 ലക്ഷം രൂപ വകയിരുത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ വെള്ളത്തിൽ ചെളി കലക്കുന്നതുപോലുള്ള കുഴിയടയ്ക്കൽ മാത്രമാണെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1 കൊച്ചി.